മലപ്പുറം തലപ്പാറയിൽ അപകടത്തിൽപ്പെട്ട യുവാവിൻ്റെ മൃതദേഹം കണ്ടെത്തിയെന്ന വാർത്ത ഞാൻ നേരത്തെ പറഞ്ഞതാണ്. വലിയ പറമ്പിലെ മുഹമ്മദ് ഹാഷിറാണ് അന്ന് മരിച്ചത്. അപകടമുണ്ടായ പാലത്തിന് സമീപമുള്ള തോട്ടിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. സമീർ ബിൻ കരീം നമുക്കൊപ്പം ചേരുകയാണ്. സമീർ, എപ്പോഴാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്? കാരണം ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ ഒരാൾ അതുവഴി വന്നൊരു യാത്രക്കാരൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശ്രമവും ഫലവത്തായില്ല. മരണത്തിന് കീഴടങ്ങിയായിരുന്നു അദ്ദേഹം. ഇന്ന് രാവിലെയാണ് ഈ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. അപകടമുണ്ടായ ഈ തലപ്പാറ പാലത്തിന് താഴ്ഭാഗത്ത് ചോനാരിക്കടവിന് സമീപത്ത് നിന്നാണ് ഈ മൃതദേഹം രാവിലെ നാട്ടുകാരുടെ ശ്രദ്ധയിൽ പെടുന്ന ഒരു ഘട്ടമുണ്ടായിരിക്കുന്നത്. അതിന് പിന്നാലെ പോലീസിനെയും മറ്റുള്ളവരെയും വിവരം അറിയിച്ച് മൃതദേഹം ഇപ്പോൾ തിരുരങ്ങാടി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ ദാരുണമായ അപകടം സംഭവിച്ചത്. ദേശീയപാതയുടെ സർവീസ് റോഡിൽ തലപ്പാറ പാലത്തിന് മുകളിൽ വെച്ചാണ് കാറും ഈ മുഹമ്മദ് ആഷിർ, ഇപ്പോൾ മരിച്ച മുഹമ്മദ് ആഷിറും സഞ്ചരിച്ച സ്കൂട്ടറും തമ്മിൽ കൂട്ടിയിടിക്കുന്നത്. ഈ ഇടിയുടെ ആഘാതത്തിൽ ആഷിർ ഈ പാലത്തിന്റെ ഈ കൈവരികൾക്ക് മുകളിലൂടെ തെറിച്ചുകൊണ്ട് സമീപത്തെ കിഴക്കൻ തോടിലേക്ക് വീണു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശക്തമായ മഴയും ഒഴുക്കുമുള്ളതിനാൽ യുവാവിനെ അപ്പോൾ കണ്ടെത്താനായില്ല. ഈ ആഷിർ തെറിച്ചു വീഴുന്ന ശ്രദ്ധയിൽപ്പെട്ട അതുവഴി പിറകെ വന്ന വാഹനത്തിലുള്ള യാത്രക്കാരൻ ഇപ്പോൾ തോട്ടിലേക്ക് എടുത്തു ചാടി രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും യുവാവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു സങ്കടകരമായ കാര്യം. പിന്നാലെ രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ഈ ട്രോമ കെയർ വളണ്ടിയർമാരും ചേർന്ന് രക്ഷാപ്രവർത്തനം തെരച്ചിലും ഒക്കെ തന്നെ നടത്തിയെങ്കിലും ഇന്നലെ രാത്രി വൈകിയാണ് തെരച്ചിൽ അവസാനിപ്പിച്ചെങ്കിലും യുവാവിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. യുവാവിനെ ജീവനോടെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയിലും പ്രാർത്ഥനയിലുമായിരുന്നു ഈ തലപ്പാറ എന്ന് പറയുന്ന ഗ്രാമവും ഈ നാട് മുഴുവനായിട്ടുണ്ടായിരുന്നത്. പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്ന് രാവിലെയോട് കൂടി തോട്ടിൽ യുവാവിന്റെ മൃതദേഹം കരക്കടിയുകയായിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് പോലീസിനെയും മറ്റുള്ളവരെയും വിവരം അറിയിച്ച് മൃതദേഹം ഇപ്പോൾ തിരുരങ്ങാടി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഒപ്പം സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്.